ക്ലോസിംഗ് ടൈം വാച്ചുകളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. പിന്നെ അളിയനോടൊപ്പം ബില്ലിംഗ് എല്ലാം ഒന്ന് റീചെക്ക് ചെയ്തു. ഒന്ന് ഫർവാനയിലോട്ട് പോകണം. സമയം 10:42. ഫാരിസിനെയും ഫാഹിമിനെയും വിളിച്ചപ്പോൾ ഒരാൾ ഷോപ്പിനടുത്തും മറ്റൊരാൾ ബിൽഡിങ്ങിന് താഴെയും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അളിയനെ കൂടെ വിളിച്ചു. അളിയൻ വന്നിട്ടില്ല. എല്ലാവരെയും കൂട്ടി ഇത് എങ്ങോട്ടാണെന്നായിരിക്കും നിങ്ങൾ അല്ലേ? ഫായിസിന്റെ ഓളും കുഞ്ഞി ഇന്ന് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. പാർക്കിങ്ങിൽ നിന്ന് വണ്ടിയെടുത്ത് നേരെ ഞാൻ ഫാഹിമിന്റെ അടുത്തേക്കാണ് പോയത്. ഈ ലുലുവിനുള്ളിൽ ഒരു പെർഫ്യൂം ഷോപ്പിലാണ് ഫാഹിം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ വരുന്ന രജിസ്റ്റ എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ ഞാൻ 20 മിനിറ്റോളം ഞാൻ അവിടെ പോസ്റ്റായി നിൽക്കേണ്ടി വന്നു. ഫാരിസ് അതിനൊക്കെ ഉഷാറാണ്. പറഞ്ഞ സമയത്ത് തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും നമ്മൾ 3 പേരും കൂടെ നേരെ ഫർവാനിയിലേക്ക്. ഇവരെയൊക്കെ ഇങ്ങനെ മഷിയിട്ട് നോക്കിയാൽ പോലും ഒരുമിച്ച് കിട്ടാറില്ല. ജനുവരി ആയതിനാൽ പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫർവാനിയിലെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഫായിസിന്റെ റൂമും തപ്പിയിറങ്ങി. ക്യാമറയും പിടിച്ചു നിന്ന ഫായിം ലിഫ്റ്റിൽ കയറാതെ അവസാനം പുറത്തു തന്നെ നിൽക്കുമോ എന്ന് നമുക്ക് സംശയമായി. 3ാമത്തെ ഫ്ലോറിലാണ്. അങ്ങനെ നമ്മൾ നേരെ അവന്റെ റൂമിലേക്ക് എത്തി. ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് വൈകിയിരുന്നു. ബെസ്റ്റ്. നെഹിയ നല്ല ഉറക്കിലായിരുന്നു. നെഹിയാനോട് കുറച്ച് കത്തിയടിച്ച് അവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇതൊക്കെ എന്റെ കസിൻ ബ്രദേഴ്സാണ് കേട്ടോ. മാജി ക്യാമറയ്ക്ക് വേണ്ടി സ്ലോ മോഷനിലായിരുന്നു കേട്ടോ ചായ കൂട്ടിയിരുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കായയുടെ കോയ്യപ്പം ഇറച്ചിയുടെ ആഹാ അന്തസ്. ചായ കൊണ്ടുവരുന്ന ഫായിസിന്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കിയത്. അവന് നല്ല ഉറക്കിന്റെ ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇരുന്ന് ചായ കുടിച്ചു. അവനെ കുറെ നിർബന്ധിച്ചെങ്കിലും അവൻ ചായ കുടിക്കാനിരുന്നില്ല. നാട്ടിൽ നിന്ന് മാമ എനിക്ക് വേണ്ടി നല്ല പഴം കൊടുത്തയച്ച് എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കുവൈത്തിലെ ചെറിയ പഴത്തിന്റെ വില കാട്ടൽ ഇവരൊന്നും ഈ പഴം ഇങ്ങനെ വെച്ചിരിക്കില്ല. എല്ലാ ചിപ്സും അവിടെ ടേബിളിൽ നിരത്തിയിരുന്നു. ഇതാണ് കേട്ടോ ഈ വരവിന്റെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. എൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് കൊടുത്തയച്ച പോത്തിറച്ചിയും പത്തിലും. നമ്മളെ ഉമ്മമാരുണ്ടാക്കിയ ഭക്ഷണം അതൊരു അനുഗ്രഹം തന്നെ അല്ലേ? ഇനി എന്തേലും കൂടെ തിന്നാനുണ്ടോ എന്നായിരുന്നു ഫാഹിമിന്റെ ചോദ്യം. ഏതായാലും ഇൻഷാ അല്ലാ ഒരു ഫുഡൊക്കെ ആക്കിച്ചിട്ട് ഇനി ഒരു വരവ് കൂടെ ഇങ്ങോട്ട് വരേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.